വെൽക്കം ടു സീ വിത്ത് എലിസ. പീറ്റർ ചേരാന്നുള്ളൊന്ന് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ പാട്ടൊന്നും പാടാത്ത അല്ലെങ്കിൽ ഒന്ന് മൂളെങ്കിലും ചെയ്യാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഈ പാട്ടിന് ജാതിയും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട പീറ്റർ ചേരാന്നുള്ളൂർ സാറിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സാർ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷമാണ് സാറിന്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേലിൻ നാഥനായി എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടുമ്പോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ജാതി മതമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രയ്ക്ക് എല്ലാവരും സ്വീകരിച്ചേക്കുന്ന ഒരു പാട്ടാണെന്നുള്ളത്. നമുക്ക് ആദ്യം ആ പാട്ടിന്റെ ഒരു ജനനത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1999 ഇത് ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഒരു സംഭവം ഉണ്ടായി. അതുവരെ ഞാനിങ്ങനെ കർത്താവിന് വേണ്ടി തന്നെയാണ് പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പാട്ടുകൾ അതിനു മുൻപേ ഇറങ്ങിയിട്ടുണ്ട്, പല പാട്ടുകളും. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ഈ പാട്ട് അന്ന് ആ കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ഈ പാട്ട് കേട്ടിട്ട് ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന എൻ്റെ ഒരു ഇൻറ്റിമേറ്റാണ്, പുള്ളിയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എന്നെ കാണാനായിട്ട് മുത്തോലപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, അന്ന് അവിടെ ഞാനൊരു റിട്രീറ്റിന് പാടിക്കൊണ്ടിരിക്കുക. അപ്പം എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നു. അപ്പം ഞാനവിടെ ഇങ്ങനെ പാടുന്നുണ്ടെന്ന് എങ്ങനെയോ കേട്ടറിഞ്ഞാണ് അദ്ദേഹം വന്നത്. സൺഡേ ശാലോം എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. ആ മാഗസിന് ഒരു എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അങ്ങനെ ഞങ്ങൾ ആ പത്രത്തിന് വേണ്ടി ഇൻ്റർവ്യൂ എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സഹോദരനോട് ചോദിച്ചു, സഹോദരൻ്റെ കയ്യിൽ ഏതെങ്കിലും പാട്ടുകൾ എഴുതിയത് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇദ്ദേഹം അതിനു മുൻപേ ഞാൻ പാട്ടിറക്കിയ നാളുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഹിറ്റായിരുന്നു, ബേബിയുടെ ഒരു പാട്ട് ഹിറ്റായിരുന്നു. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ നാളുകളിലൊക്കെ ഈ പാട്ട് പാടുമായിരുന്നു. അപ്പം ഈ പാട്ട് എഴുതിയ ആളെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ കുറെ നാളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം എന്നെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് എൻ്റെ പാട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞതാണ്. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ഈ പാട്ട് ആ കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഈ പാട്ട് ഈ മ്യൂസിക് ചെയ്ത എന്നുള്ള രീതിയിലാണ് എന്നെ കാണാനായിട്ട് അദ്ദേഹം കടന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെങ്കിലും പാട്ട് എഴുതിയത് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 3 ലിറിക്സ് ഉണ്ടായിരുന്നു. അതിലൊരു ലിറിക്സ് ആയിരുന്നു ഈ ഇസ്രായേലിൻ നാഥൻ എന്ന് പറയുന്ന പാട്ടിന്റെ ലിറിക്സ്. ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അത് പല്ലവി, കോറസ്, അനുപല്ലവി ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഈ വരികളെടുത്ത് നോക്കിയപ്പോൾ അതില് പല്ലവി ഉണ്ട്, കോറസ് ഉണ്ട്, അനുപല്ലവി ഉണ്ട്. അതിന്റെ ചരണം എഴുതിയിട്ടില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാലോ, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെയാണ് പ്രത്യേകത, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കീബോർഡ് എടുത്തു വെച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ഗാനം ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, ഈ ഗാനം ജനകോടികൾ ഏറ്റുപാടുന്ന ഗാനമായിട്ട് മാറണമേ. അതുവഴി ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അനേകം പേർ ഇത് ഏറ്റെടുത്ത് ദൈവമഹത്വത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ച ആദ്യത്തെ ഒരു പാട്ടാണ്. ഇങ്ങനെ ഞങ്ങൾ അതിനു മുൻപേ പ്രാർത്ഥിച്ചിട്ടില്ല. സാധാരണ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ പ്രൊഡ്യൂസർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുത്, പ്രൊഡ്യൂസർ പോകരുത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ബേബി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമല്ലോ. അതിനുശേഷമാണ് എന്നിൽ പോലും ഒരു ഉണർവ് ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ കീബോർഡ് എടുത്ത് വെച്ചു. കീബോർഡ് എടുത്ത് വെക്കലും വെറുതെ ഒരു കോഡ് ഞാൻ പിടിക്കണത് എഫ് മൈനർ കോഡാണ്. ആ എഫ് മൈനർ കോഡ് പിടിക്കുന്നതും എൻ്റെ മനസ്സിലേക്ക് ഈ മ്യൂസിക് ഇങ്ങോട്ട് വന്നു. ഞാൻ ഈ വരികൾ എടുത്ത് വെച്ച് നോക്കിയോ, കറക്റ്റ്, ആപ്റ്റ്. ഒരു
വേർഡ് പോലും ഒരു അക്ഷരം പോലും മാറ്റേണ്ടതായിട്ടൊന്നുമില്ല. ഭയങ്കര ഫ്ലോ. നിമിഷ നേരം കൊണ്ട് ആ പാട്ട് കമ്പോസ് ചെയ്ത് 5 മിനിറ്റ് പോലും എടുത്തില്ല ആ പാട്ട് കമ്പോസ് ചെയ്യാൻ. അതെ. പല്ലവി, കോറസ്, ചരണം, ഇത്രയും വരെ ഉള്ളൂ. ഇത്രയും വരെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് മതി. കാരണം ആ 5 മിനിറ്റിൽ ഈ പാട്ട് ചെയ്യുമ്പോ പെട്ടെന്നാണ് ഇതെല്ലാം വരുന്നത്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഈ പാട്ട് കമ്പോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി ലൈൻസ് എഴുതിയിട്ടില്ലല്ലോ. ബാക്കി ലൈൻസ് മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇത് അദ്ദേഹം വീട്ടിലിരുന്ന് എഴുതിയിട്ട് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു തന്നു. ട്യൂണ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നേരെ കറക്റ്റ് ആ അനുപല്ലവി വെച്ചിട്ട് ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു അതേ ലെങ്തില് നേരെ ചരണം എഴുതി എന്നിട്ട് നേരെ അയച്ചു തന്നു. അതാണ് അതിലുണ്ടായ സംഭവം. ജനം അതാണ്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോ ഞാനും ബേബി ജോൺ കലയന്താനിയും അന്ന് ഇതിനു വേണ്ടി ദൈവം ഒരുക്കിയ ഒരു മഹത് വ്യക്തിയാണ് സുധാകരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം അന്ന് ഗൃഹലക്ഷ്മി മ്യൂസിക് തുടങ്ങിയപ്പോ ജോയിൻ ചെയ്ത് അവിടെ മാനേജറായിട്ട് നിൽക്കുന്ന സമയമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പീറ്ററെ ഒരാൽബം ഈ ഗൃഹലക്ഷ്മിക്ക് വേണ്ടി ചെയ്യണം, പീറ്ററിൽ നിന്നാവട്ടെ തുടക്കം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. ഞാനൊരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കേൾപ്പിച്ച പുള്ളി പറഞ്ഞു ഭയങ്കര വെറൈറ്റി, ഇതുവരെ കേൾക്കാത്ത പാട്ട്. അപ്പൊ അദ്ദേഹം തന്നെ പറയാണ് നമുക്കിത് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ചാലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ദാസേട്ടൻ പാടുവോ, ദാസേട്ടനെയൊക്കെ കിട്ടുവോ? അത് കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് PV ഗംഗാധരന്റെ ഇതാണല്ലോ ഈ ഗൃഹലക്ഷ്മി. അപ്പൊ കൽപ്പക മ്യൂസിക് അവരുടെയാണ് ഫിലിംസ് ഒക്കെ. വടക്കം വീരഗാഥ, ഒരുപാട് ഫിലിംസ് ഹിറ്റ് പടങ്ങളൊക്കെ PVG എടുത്തേക്കണേ. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ PVG ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ PVGനെ കൊണ്ട് നമുക്ക് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പല വിധത്തിലും അത് നോക്കിയെങ്കിലും ദാസേട്ടന്റെ കമ്പനി തരംഗിണിക്ക് വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വേറെ ആർക്കും വേണ്ടി പാടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തരംഗിണിയിലൂടെ മാത്രമേ ദാസേട്ടന്റെ പാട്ടുകൾ ഇതുപോലുള്ള ഡിവോഷണൽ സോങ്സ് ഒക്കെ ഇറങ്ങുള്ളൂ. ഫിലിം സോങ്സ് ഒക്കെ ഇറങ്ങും, പക്ഷെ ഡിവോഷണൽ സോങ്സ് ഒക്കെ തരംഗിണിയിലൂടെ മാത്രമേ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ദാസേട്ടനെ കിട്ടിയില്ല. അപ്പൊ ഞാനും ബേബിയും സുധാകരനൊക്കെ വലിയ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ദാസേട്ടൻ പാടുമെന്ന് വെച്ച്. പക്ഷെ കിട്ടാതായപ്പോ ഞങ്ങള് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ മാർക്കോസേനെ കൊണ്ട് അത്രയും ഗാംഭീര്യമുള്ള വോയിസ് പിന്നെ മാർക്കോസേനെ കൊണ്ട് പാടിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് മാർക്കോസേനെ കുറി വീഴുന്നത്. പിന്നീട് റെക്കോർഡ് ചെയ്തു. ജീസസ് എന്ന ടൈറ്റിലില് ഈ ആൽബം ഇറങ്ങി. അതില് മെയിൽ വേർഷൻ ഈ പാട്ട് മാർക്കോസേട്ടൻ പാടി. ഫീമെയിൽ വേർഷൻ ഗായത്രി എന്ന് പറയുന്ന ഒരു സിംഗറുടെ കടന്നുവരവാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന ഫിലിം, അത് PVG തന്നെയാണ് അത് അതിന്റെ നിർമ്മാണം. അപ്പോ അതിൽ ഗായത്രി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗായത്രിയുടെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫീമെയിൽ വേർഷൻ നമുക്ക് ഗായത്രിയെ കൊണ്ട് പാടിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഗായത്രീനെ കൊണ്ട് എന്റെ ഫീമെയിൽ വേർഷൻ പാടിപ്പിച്ച് അങ്ങനെ ഇസ്രായേലി നാഥൻ പിന്നീട് ഇറങ്ങി. ജീസസ് എന്ന ആൽബത്തിലൂടെ ഇറങ്ങി. ഈ ഇറങ്ങിയത് 99 ലാസ്റ്റ്, ഏകദേശം നവംബർ ലാസ്റ്റ് ആണ് ഇത് ഇറങ്ങുന്നത്. ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇത് അങ്ങോട്ട് കത്തിക്കയറാൻ തുടങ്ങി. ജാനുവരി ആയപ്പോ സൂപ്പർ ഹിറ്റായി മാറാൻ തുടങ്ങി. പിന്നെ ഓരോ വർഷം ചെല്ലുന്നവരും മെഗാ സൂപ്പർ ഹിറ്റിലേക്ക് ആയി തുടങ്ങി. പിന്നെ ഈ പാട്ടുകൾ ഉപയോഗിക്കാത്ത ആരുമില്ല. ജാതി മത ഭേദമന്യേ എല്ലാവരും എല്ലാ വേളകളും മതസൗഹാർദ്ദ വേളകളിൽ ഉപയോഗിക്കും. ബാൻഡ് സെറ്റും ചെണ്ടയും കൂടിയുള്ള ഫ്യൂഷനിൽ ഉപയോഗിക്കും. ഗാനമേളക്കാർ ഉപയോഗിക്കും. അമ്പലങ്ങളിൽ മുസ്ലിം പള്ളിയിൽ എനിക്ക് അധികം ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല. എങ്കിൽ പോലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ഞാൻ പറയാം, ഒരിക്കലേ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചേക്കാണ്. എൻ്റെ ബോസ് അവിടുത്തെ ദുബായ് സിറ്റി, അവിടുത്തെ എന്താണ് അറബിയുടെ റിംഗ് ടോൺ ഇതാണെന്ന്. റിംഗ് ടോൺ ഇസ്രായേലി നാഥനാണ്. അപ്പൊ ഞാൻ ഓർത്ത് അവരൊക്കെ ഇതൊക്കെ ഇടുവോ? എന്റെ പീറ്ററെ, ഇതിന് ജാതിയോ മതമോ ഒന്നുമില്ല ഈ പാട്ടിന്. ഈ പാട്ട് അറബി എന്നല്ല, മുസ്ലിം എന്നല്ല,
ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനി എന്നല്ല, എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ പിന്നെ ക്ലോക്കുകളുടെ ടോണായിട്ട്, പിന്നെ വാഹനങ്ങളുടെ ബസർ ടോൺ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ വാഹനങ്ങളുടെ ബസർ ടോൺ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇടുമ്പോ തന്നെ ഇതായിരുന്നു ഒരു കാലഘട്ടം മുഴുവനും ശരിയാണ് ഇതായിരുന്നു. അതെ അതെ. ഇപ്പോഴായി പിന്നെ അത് അധികം ഇല്ല ശരിയാണ്. ഇപ്പോഴായി പിന്നെ ഇല്ല, ഒരിടയ്ക്ക് ഇതായിരുന്നു. പിന്നെ ഈ വിവാഹ സീഡികൾ ഇറങ്ങുമല്ലോ, അതില് ഈ പാട്ടായിരിക്കും ഫസ്റ്റ്. അതിപ്പോഴും പലരും ഇടുന്നുണ്ട്, കാരണം ഈ പാട്ട് അതൊരു നേർച്ച പോലെ ഇടുക, അങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ കൺവെൻഷനുകളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, കുർബാന എന്ന് വേണ്ട എല്ലാ ഡിവോഷണൽ രംഗത്തും മാത്രമല്ല എല്ലാ മേഖലകളിലും ഈ പാട്ടെടുത്തിട്ട് ഇങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുക. സത്യം പറഞ്ഞ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് അവരുടെ എന്റർടൈൻമെന്റിനാണെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു മഹത്വമുണ്ട്. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, ആ ദൈവത്തിനാണ് ഈ പാട്ട് പാടുമ്പോഴും ഈ പാട്ട് പാടി സ്തുതിക്കുമ്പോഴും ഒക്കെ മഹത്വം കിട്ടുന്നത്. അതിനെ ഞാനോ ബേബിയോ ഈ പാട്ടുണ്ടാക്കിയവരോ ഒന്നും ഇതിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമല്ല. ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒക്കെ ആകാമായിരുന്നു ദൈവത്തിന്. ഇത് ഞങ്ങളെ പിടിച്ച് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഉപകരണങ്ങളാക്കി എന്നല്ലാതെ അതിനെ ഞാനെന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ബേബി എന്ന വ്യക്തിക്കോ സുധാരൻ എന്ന വ്യക്തിക്കോ ഒന്നും ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പൊ ദൈവം നിയോഗിക്കുന്ന ചില വ്യക്തികൾ ചില സമയത്ത് ചില പാട്ടുകൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും, അല്ലെങ്കിൽ ചില നല്ല നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കും. അത് മറ്റു മേഖലകളിലാകാം, ഇതര മേഖലകളിലാകാം, നമ്മുടെ പാട്ടിന്റെ മേഖലകളിലാകാം, അങ്ങനെ എല്ലാ സ്ഥലത്തും. നമ്മുടെ ഈ ജീവിതം ഒന്നേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നന്മയെക്കുറിച്ച് ചിന്തിക്കാം, തിന്മയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് ഈ ലോകത്ത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നന്മയുടെ റൂട്ടിലൂടെ നമ്മൾ പോകണോ, തിന്മയുടെ റൂട്ടിലൂടെ പോകണം. ഇതിനെ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മളാണ് നിശ്ചയിക്കേണ്ടത്, നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ. നമ്മുടെയൊക്കെ ജീവിതം ഇന്നിങ്ങനെ ഡ്രഗ്സിന്റെ പിന്നാലെ അല്ലെങ്കിൽ മറ്റു മദ്യത്തിന്റെ പിന്നാലെ ഒക്കെ ഇങ്ങനെ ആളുകൾ ഓടി നടക്കുകയാണ്. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം നമുക്ക് നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന, പൊതുസമൂഹത്തിന് നന്മകൾ വിതറാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം മാറ്റണം. അങ്ങനത്തെ ഒരു 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 ചിന്തയിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഓർക്കും, അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ജീസസ് എന്നൊക്കെ പറഞ്ഞ പറയത്തില്ലേ, അത് സാറാണോ പറയുന്നത്? അല്ല അല്ല, അതാരാണ് പറയുന്നത്? അത് ടോണി വട്ടക്കുഴി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഈ തൃശ്ശൂരാണ്. അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂരായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോ എൻ്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിരുന്ന എല്ലാ ആൽബങ്ങളിലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടോണി ചേട്ടനാണ് പാടുന്നത്. അത് പറയുമ്പോ, പറഞ്ഞു കഴിഞ്ഞിട്ട് പാട്ടുകൾ വരുമ്പോ അതിനൊരു വാല്യൂ കിട്ടുമായിരുന്നു. ഇപ്പൊ പിന്നെ യൂട്യൂബിലല്ലേ പാട്ടുകളിലൊക്കെ ഇടുന്നത്. അതുകൊണ്ട് അതിലൊന്നും വലിയ അതന്നെ, ഇൻട്രൊഡക്ഷൻ പറയുന്നതിലൊന്നും വലിയ കഥയില്ല. എനിക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പീറ്റർ ചേരാൻ നെല്ലൂർ ഒഫീഷ്യൽ. നെല്ലൂർ എന്ന് പറയുമ്പോ ലാസ്റ്റ് NELLOOR അങ്ങനെയാണ്. നോർമലി NALLOOR അങ്ങനെയാണ് എല്ലാവരും അടിക്കുന്നത്. അല്ല, അത് പീറ്റർ ചേരാനെല്ലൂരിന്റെ N തുടങ്ങി വ്യത്യാസമുണ്ട്. NELLOOR ഒഫീഷ്യൽ. അതിനകത്ത് സാറ് ഇപ്പൊ ചെയ്യുന്ന പാട്ടുകളും എല്ലാം ഇപ്പൊ ഇറങ്ങുന്ന പുതിയ പാട്ടുകളൊക്കെ അതിലാ വരുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു, ചങ്ക് ചക്കച്ച ചക്ക് ചങ്ക് ചക്കച്ച. നമ്മുടെ മേഘനക്കുട്ടി പാടിയ പാട്ട്, അടിപൊളി പാട്ടാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് എല്ലാ സ്റ്റേജുകളിലും ഇങ്ങനെ പാടും. അത് കർത്താവു നിന്നെ നിരന്തരം നയിക്കും ചങ്ക് ചക്കച്ച ചക്ക് ചങ്ക് ചക്കച്ച. ഈ പാട്ട് ഭയങ്കര ഹിറ്റാ. ഇപ്പൊ ഒരു 5 മില്യൺ ആകുമ്പോണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഈ പാട്ട് ഇറക്കി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് എന്നെ വിളിച്ച്, ഈ ചങ്ക് ചക്കച്ച എന്ന് പറയുന്നത് എന്താ ഇതിന്റെ അർത്ഥം? അപ്പോ ഞാൻ ചങ്ക് ചക്കച്ചക്ക് വലിയ അർത്ഥമൊന്നുമില്ല, പക്ഷെ ഇതൊരു റിതമിക്കിന് പാടാൻ വേണ്ടി, ഒരു റിതം കിട്ടാൻ വേണ്ടി നമ്മള്
ഇപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കല്ലോ, ലാലെല്ലാം ഉപയോഗിക്കും. അപ്പൊ അത് ചങ്കി ചക്കച്ചാന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. അതൊരു ഡാൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പാട്ടാണ്. ഡാൻസ്. അപ്പൊ സ്റ്റേജുകളിലൊക്കെ ഡാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ചങ്കി ചക്കച്ചാന്നുള്ള വേർഡ് മാറ്റിയിട്ട് ആരാധനയ്ക്ക് ഈ പാട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രം മാറ്റി, അത് മാത്രം വേർഡ് വെച്ചിട്ട് ഈ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും എന്നുള്ളത്, അത് ആ വേർഡുകൾ ബാക്കിയെല്ലാം എടുത്തിട്ട് ആരാധനയ്ക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി അച്ഛന്മാർ ഉപയോഗിക്കുന്നുണ്ട്, അവർ കൈയടിച്ച് പാടാനായിട്ടൊക്കെ. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഋതം കൂടിയാണ്. അതാണ് അവർക്കത് കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ അതിന്റെ പ്രത്യേകത അതല്ല, ഈ പാട്ടിന് ചെണ്ടവാദ്യമേളം മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ചെണ്ടവാദ്യത്തോടുകൂടി ഒരു പാട്ടിറങ്ങിയത് ഇതാണ്. പക്ഷെ ഇതിനു മുൻപ് ഞാൻ ആദ്യം നാളെ ആരും പറഞ്ഞപ്പോഴാണ്, പണ്ടെങ്ങാനും എന്താണ് നമ്മുടെ മാർത്തോമക്കാരുടെയാണോ യാക്കോബക്കാരുടെ ഏതോ ഒരു പാട്ട് ചെണ്ടവാദ്യത്തോടുകൂടി ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഹിറ്റ് അല്ലായിരുന്നു. ഹിറ്റ് അല്ലായിരുന്നു. അല്ല, ജെസ്യൂത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് വന്നേക്കണതാവാനാണ് സാധ്യത. അല്ല, ഒരു ഇംഗ്ലീഷ്, മലയാളം അല്ല, ഒരു ഇംഗ്ലീഷ് പാട്ട് കുറെ നാളുകൾക്ക് മുന്നേ അവര് ചെണ്ട ഉപയോഗിച്ച്. പക്ഷെ ചെണ്ടയിൽ ഈ ഒരു രസമല്ല, അത് ഇംഗ്ലീഷ് സ്റ്റൈലാണ്. ഇംഗ്ലീഷ് സ്റ്റൈലാണ് ഈ ഇങ്ങനെയല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് അതാണ്. അത്രയും ചെണ്ടകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേക വൈബാണത്. പിന്നെ അത് മാത്രമല്ല, അതൊരു സ്റ്റേജ് പ്രോഗ്രാം ആണ്. അതേപോലെയാണ് അത് വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു വെറൈറ്റി ഉണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ചങ്കി ചക്കച്ച എഴുതിയതാരാ? ഇത് റോയി കണ്ണഞ്ചിറ അച്ഛനില്ലേ, CMA-യിലെ അച്ഛനാണ് എഴുതിയത്. അവര് ട്വിൻ ബ്രദറാണ്, റോബി അച്ഛനും. അതിൽ റോയി അച്ഛനാണ് ഈ പാട്ട് എഴുതിയത്. അച്ഛനാ പറഞ്ഞത് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ ഈ ആളുകൾ എപ്പോഴും ഇത് എന്താണ് ഡാൻസിന് ഉപയോഗിക്കുന്ന പാട്ടാക്കി മാറ്റണം. അപ്പൊ അങ്ങനത്തെ നമുക്ക് എന്ത് വെറൈറ്റി ഇതിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ചെണ്ട ബാൻഡ് ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ എന്നൊക്കെ ഒരു ഐഡിയ. അപ്പോഴാണ് ആ ചെണ്ട വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ. അച്ഛൻ്റെ സജഷൻ ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി സജഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു കളറായി. പിന്നെ ഇത് തന്നെ മേഘനക്കുട്ടി പാടിയ അതേ സെയിം വേർഷൻ തന്നെ മറ്റേ അച്ഛന്മാര് പാടിയിട്ടുണ്ട്. വിപിനച്ഛനും വിനിലച്ഛനും രണ്ടുപേരും അടിച്ചു പൊളിച്ച പാടിയ അവരുണ്ട്. ചാനലിലും പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. എങ്കിലും മേഘനക്കുട്ടിയുടെയാണ് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയത്. കൊച്ചു പാടിയതാണ്. പക്ഷെ അച്ഛന്മാര് പാടിയത് വേറൊരു വെറൈറ്റിയാണ്. അതെല്ലാവർക്കും നമ്മുടെ ഈ ജീസസിൽ തന്നെയുള്ള ജീസസ് എന്ന് പറയുന്ന ആൽബത്തിലുള്ള, കാരണം ആ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക അനുഭവമാണല്ലോ. അതാണ് ഞാൻ അതിനെ കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കണേ. അതിനകത്തുള്ള വേറെ പാട്ടുകൾ സാറിന് ഒരുപാട് പാട്ടുകളുണ്ട്. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. അത് പീറ്റർ കെ ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതാ. അദ്ദേഹവും ഞാൻ ഒരുമിച്ചിരുന്ന് ചെയ്തൊരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് ഉണ്ടാകാനായിട്ട് ഒരു കാരണമുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഷിബു കുന്നനാട്ട് വരാപ്പുഴയുള്ളതാ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പീറ്റർ സാറിനെ കാണാൻ വേണ്ടി, പീറ്റർ കെ ജോസഫിനെ കാണാൻ വേണ്ടി തൊടുപുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അന്ന് കാറൊന്നുമില്ല, ബൈക്കിനാ പോണത്. പുള്ളിക്ക് ബൈക്കുണ്ട്, എനിക്ക് ബൈക്കും ഇല്ല. ഞാൻ പുള്ളിയുടെ ബൈക്കിന്റെ പുറകെ കയറി ഇരുന്ന് പോവുക. പോയി മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ലൊരു സീനറി കണ്ടു. ആ സീനറി കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വണ്ടി നിർത്ത്, നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പൊ ഒരു ഈവനിങ് ടൈമാണ്. അപ്പൊ ഈ സമയത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് ഒരു മഞ്ഞ വെളിച്ചം പോലെ ഇങ്ങനെ ആകാശത്ത് കാണാം. ഒരു ചെറിയൊരു കുന്നു പോലത്തെ നല്ലൊരു പ്രദേശം. അപ്പൊ നല്ല രസം ഇങ്ങനെ കാണാൻ, മേഘങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ മലകൾ കാണാനും നല്ല ചെറിയ ഇളം കാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ നിർത്തി ഞങ്ങളിങ്ങനെ കുറെ നേരം ആ സീനറിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വരികളാണ്. ഇത്രയും മനോഹരമായ ആകാശവും ഭൂമിയും കുന്നും മലയും എല്ലാം ദൈവം സൃഷ്ടിച്ചു, എന്തും മനോഹരമാണ്. പക്ഷെ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വേർഡ് പറയുന്നുണ്ടല്ലോ, ഈ ആകാശവും മാറും, ഈ ഭൂതലവും മാറും, എന്നാൽ മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഈ വചനത്തിന്റെ വേർഡ് എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ യാത്രയിൽ തന്നെ ഈ വരികൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ട്യൂൺ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശം മാറും, ഭൂതലവും മാറും, ഈ രണ്ട് ലൈനും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ട്യൂണും ഉണ്ട്, ട്യൂണും എൻ്റെ മനസ്സിലുണ്ട്.
അപ്പൊ ഞാനിങ്ങനെ ആകാശം മാറും ഭൂതലവും മാറും ടാരരരാര ടാരരരാര. വേറെ ഒന്നും എനിക്ക് വരുന്നില്ല, വേറെ ഒന്നും വരുന്നില്ല, ഇത്രയും മാത്രം വരുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട്, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും ഒന്നുമില്ല കേട്ടോ. ഇല്ല, അതെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോവാ. അവിടെ ചെന്ന് പീറ്റർ സാറിനെ കണ്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൂടുതലൊന്നും പറയാനല്ല, സാറേ എനിക്കൊരു ട്യൂണും ഒരു ലൈനും കിട്ടിയിട്ടുണ്ട്, ഇത് വെച്ചിട്ട് സാറൊന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണോട്ടാന്ന് പറഞ്ഞു. അപ്പോ എന്നാ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറ് എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ ഈ ട്യൂൺ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ട്യൂണിൽ സാറ് അന്നേരം തന്നെ എഴുതിയതാ, പെട്ടെന്ന് തന്നെ പാട്ട് എഴുതി. അങ്ങനെ എഴുതി, അങ്ങനെ പാട്ട് എഴുതിയതാണ് ഈ ഒരു പാട്ട്, ആകാശം മാറും ഭൂതലവും മാറും. പീറ്റർ സാറിന്റെ വരികളെല്ലാം നല്ല പാട്ടുകൾ, നല്ല വരികളാണ്. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം. ഇതൊക്കെ പീറ്റർ സാർ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ പീറ്റർ സാറിന്റെ വന്നിട്ടുണ്ട്. പിന്നെ ജീവിത സായാഹ്ന തീരത്തിരുന്നു ഞാൻ വെറുതെ പിറകോട്ടു നോക്കി, ഞാൻ വെറുതെ പിറകോട്ടു നോക്കി. അതൊക്കെ പീറ്റർ സാർ എഴുതിയ. അതിന്റെയൊക്കെ ഫുൾ പാട്ട് കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീലും ആ വരികളിലൂടെ നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റുന്നത്. ബിജു നടനം പാടിയതാണ് ഈ ജീവിത സായാഹ്ന തീരത്ത്. ബിജു നടൻ ഭയങ്കര ഒരു ഫീലുള്ള ഒരു പാട്ടാണ്. അതുപോലെ എന്റെ ദൈവം എനിക്ക് തന്ന സ്നേഹം, അത് കെസ്റ്റർ പാടിയതാണ്, ഭാവഗായകൻ കെസ്റ്റർ പാടിയ. പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഫീലാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ കിട്ടും. അതാണ് ഈ ആകാശന്മാരും മാർക്കോസെറ്റും പാടിയതാണ്. അത് നല്ല ജമ്പിങ് ട്യൂണാണ്. അത് അങ്ങനത്തെ സ്റ്റൈലിൽ പാട്ട് മാർക്കോസെറ്റും പാടുമ്പോഴാണ് അതിനൊരു പവർ കിട്ടും. അത് വേറെ ആര് പാടിയാലും അങ്ങനത്തെ പാട്ടുകൾ ഏൽക്കില്ല. പക്ഷെ മാർക്കോസെറ്റും പാടിയ നല്ല മെലഡികൾ വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. മകനേ രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുകിൽ, നാളെ നീ നിദ്ര വിട്ടുണരുകില്ല. ഇത് പീറ്റർ കെ ജോസഫ് എഴുതിയതാ. അദ്ദേഹത്തിന്റെ വരികൾക്ക് വളരെ എന്താണ് അർത്ഥവത്തായ വരികളാണ് അദ്ദേഹത്തിന്റെ. ഹൃദയത്തിൽ സ്പർശിക്കും, ചിന്തിപ്പിക്കുന്ന വരികളാണ്, വളരെ ഹൃദ്യമായ വേർഡുകളാണ്. പിന്നെ നന്നായിട്ട് മോക്ഷമേ എന്ന് പറയുന്ന പാട്ടില്ലേ, സൂപ്പർ അല്ല. ആ പാട്ട് എഴുതിയത് ഒരു അക്രൈസ്തവനായിരുന്നു, സുഗുണൻ കുമ്പളം. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചിട്ട് ഒരു കുറെ നാളായി, വർഷങ്ങളായി. അപ്പോ ഞാൻ പക്ഷെ മരിച്ചത് അറിയുന്നത് കുറെ വൈകിയാണ്, എനിക്ക് അറിയില്ലായിരുന്നു മരിച്ചു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് ഇന്നാൾ എന്നെ വിളിച്ചിട്ടുണ്ടായി, പീറ്റർ ചേരാൻ നല്ലൂരല്ലേ, അതേന്ന് പറഞ്ഞു. ഞാനിങ്ങനെ സുഗുണൻ കുമ്പളം എന്ന് പറയുന്ന സാറിന്റെ ഒരു ആൽബത്തില് പാട്ട് എഴുതിയിട്ടില്ലേ, ആളുടെ മകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഫാദർ മരിച്ചു എന്ന് അറിഞ്ഞായിരുന്നു. കുറെ നാളായി. ഞാൻ അറിഞ്ഞത് പിന്നെ വൈകിയാണ്, എനിക്ക് എവിടെയാണ് അഡ്രസ് ഒന്നും ഇല്ലല്ലോ, എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോ കുമ്പളത്താണെന്നറിയാം, പക്ഷെ എങ്ങനെയാണെന്നുള്ള ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഞാൻ കുറെ നേരമൊക്കെ സംസാരിച്ച് അങ്ങനെ അപ്പോഴാണ് അത് സ്ഥിരീകരിച്ചത് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. പക്ഷെ ഉഗ്രം പാട്ടാണത്, മോക്ഷമേ. ആ ഒരു പാട്ട് മാത്രമേ അദ്ദേഹം സാറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൂ, ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. അത് സുജാത ചേച്ചിയാണ്, നല്ല ഫീൽ ആയിട്ടാണ് സുജാത ചേച്ചി പാടിയേക്കണത്. മോക്ഷമേ പാടട്ടെ ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും സങ്കീർത്തനം സങ്കീർത്തനം. ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ്. പലപ്പോഴും ദിവ്യകാരുണ്യ സമയത്തൊക്കെ ഇത് പാടുമ്പോ നമ്മൾക്ക് ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഇതിനകത്തങ്ങ് ഒരു ആത്മീയമായിട്ടുള്ള ഒരു പാടാറുണ്ട്. കൊയറിലൊക്കെ ചെറുതായിട്ട്, ഇപ്പൊ ഇല്ല. നേരത്തെ ഒക്കെ പാടുമായിരുന്നു. ഫ്ലോ പോവും. അതെ, സ്വരവും ബ്രത്തും ഒക്കെ എല്ലാം പോവും. ഏത് വയസ്സ് മുതലാണ് സാറ് പാട്ട് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പം മുതൽ പഠിച്ചു തുടങ്ങി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. ശരിക്കും സംഗീതം ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ സംഗീതത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ അറിവ് എനിക്ക് ഉണ്ട് എന്ന് തോന്നിയാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിക്സൺ
എൻ്റെ പ്രിയ സുഹൃത്ത് നിക്സനാണ്. കാരണം നിക്സൺ RLV കോളേജിൽ സംഗീതം പഠിച്ച വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പോയി ഇടയ്ക്ക് കേൾക്കുമായിരുന്നു. അപ്പൊ കേൾക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറയും, ബാ ഇവിടെ ഇരിക്കെ, ഞാൻ പാടുന്നത് കേൾക്കുമ്പോ കുറെ ഇതില് ഐഡിയാസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആദ്യത്തെ ഈ സപ്തസ്വരങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് നല്ലതല്ലേ, അതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ഞാൻ അവൻ പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ഉണ്ടാവും, ആ സമയത്ത് ആ സപ്തസ്വരങ്ങൾ മാത്രം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അത് ഞാൻ വന്നിട്ട് അതിന്റെ അകാരം ഫസ്റ്റ് ഉള്ള സ്വരങ്ങള്, അതുപോലെ ഇംകാരം, ഊ വെച്ച് പാടും. അങ്ങനെ ഓരോ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ പാടി അതിങ്ങനെ അത് മാത്രം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു വിബ്രാറ്റോ ഉണ്ടായിരുന്നു, ആ വിബ്രാറ്റോ മാറി കിട്ടി. കാരണം ഈ സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദനാളങ്ങൾക്ക് കുറച്ച് എന്താണ് തുറവി കിട്ടും, പിന്നെ കോൺഫിഡൻസ് നമുക്ക് കൂടുതൽ കടന്നു വരും. അപ്പൊ ഈ സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്ക് തുറയും, ഈ എല്ലാ ഞരമ്പുകളും ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലെക്സിബിൾ ആവും. അങ്ങനെ ഫ്ലെക്സിബിൾ ആവുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. കോൺഫിഡൻസ് വരുമ്പോൾ വിബ്രാറ്റോ ഒക്കെ മാറും. മനസ്സിലായോ? അപ്പൊ ഈ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന വിബ്രാറ്റോ എങ്ങനെ മാറ്റൂന്ന് പറഞ്ഞ് ഞാനിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് ആ സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്ത്. അല്ലാതെ സംഗീതം വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ പാടുമായിരുന്നില്ലേ? പാടും, അത് ചെറുപ്പം മുതലേ പാടും. ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും, ഒരുപാട് വെറൈറ്റി പാട്ടുകൾ പലതും ഒക്കെ കേൾക്കും. ഞാനിങ്ങനെ പാടും, സിനിമാ പാട്ടുകളും എല്ലാ പാട്ടുകളും ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ പള്ളികളിൽ പാടും. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സിനിമാ പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാടുമായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് സംഗീതം കൊടുത്ത പാട്ട് ഏതാണ്? ആദ്യമായിട്ട് സംഗീതം കൊടുത്ത പാട്ട് മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന. മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന, വയലിലെ ലില്ലികളെ പാടൂ ഓശാന ഓശാന, വിണ്ണിൽ നിന്നൊഴിയിൽ വന്നൊരു നാഥനെ പാടിപ്പുകഴ്ത്തുന്നു മണ്ണിലെ മക്കൾ ഓശാന ഓശാന ഓശാന. ഇതാണ് ആദ്യമായിട്ട് സംഗീതം കൊടുത്തത്. 1991 ഇതിന്റെ സംഗീതം കടന്നു വരുന്നത്. എനിക്കിത് കേൾക്കുമ്പോ തോന്നണതേ, സാറ് ഈ സംഗീത സംവിധാനത്തിൽ കൈ തൊട്ടിട്ട് അതെല്ലാം ഹിറ്റുകൾ തന്നെ കേട്ടാ. കാരണം ഈ പാട്ടുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. സാറിന്റെ ആണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ പാട്ട്. ഇറങ്ങുന്നത് 91 ഇത് ഇറങ്ങുന്നത്. പക്ഷെ 91 ഇത് ഇറങ്ങുന്നതെങ്കിലും അന്ന് ഒരുപാട് ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്. 10-35,000 കാസറ്റുകൾ അന്ന് വിറ്റഴിഞ്ഞ് ഒരുപാട് പേര് കേട്ടെങ്കിലും ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്ക് കാസറ്റ് ഫീൽഡിലേക്ക് ഒരു എൻട്രി കിട്ടിയത് ഈ ഒരു പാട്ടായിരുന്നു. ആശ്വാസവചനങ്ങൾ എന്നായിരുന്നു ഈ ആൽബത്തിന്റെ പേര്. ഈ ആൽബം അഞ്ജു ഇലക്ട്രോണിക്സ്, അത് ജലീൽ എന്ന് പറഞ്ഞ ആളാണ് ഈ ആൽബം ഇറക്കിയത്. അപ്പൊ ഈ പാട്ട് എഴുതിയത് എൻ്റെ പോട്ട ആശ്രമത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ജെയ്സൺ മുതിരക്കാല, അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത ഒരു പാട്ടാണ്. അദ്ദേഹം ആ സമയത്ത് കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകാനായിട്ട് കാരണക്കാരൻ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പാട്ടാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ പാട്ട് ആ ആൽബത്തിൽ ഇറങ്ങി, ആശ്വാസവചനങ്ങൾ. അത് പിന്നീട് ഇറങ്ങി, അതും മാർക്കോസ് ചേട്ടനാണ് ഫസ്റ്റ് പാട്ട് എന്റെ പാട്ട് പറഞ്ഞത്. അപ്പൊ മാർക്കോസ് ചേട്ടനാണ് ഐശ്വര്യം ഈ പാട്ട് പാടി ഈ രംഗത്തേക്ക് കടന്നു വരാനായിട്ട് കാരണം. അപ്പൊ മാർക്കോസ് ചേട്ടനെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതിനുശേഷം പിന്നെ വെച്ചടി വെച്ചത് ഇതെല്ലാം ഒരു കയറ്റമായിരുന്നു. കാരണം മാർക്കോസ് ചേട്ടന്റെ പാട്ടുകളിൽ എന്താണ്, ഞാൻ ചെയ്ത പാട്ടുകളിൽ ഒരുപാട് ഹിറ്റുകളുണ്ട്. മാർക്കോസ് ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ ഒരുപാട് ആൾക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിലും എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, ഇതൊക്കെ മാർക്കോസ് ചേട്ടൻ പാടിയ. പക്ഷെ മാർക്കോസ് ചേട്ടൻ പാടിയിട്ടുണ്ട് ഇതിന്റെ വേറൊരു വേർഷൻ ജയേട്ടനും പാടിയിട്ടുണ്ട്. ജയേട്ടൻ പാടിയ അങ്ങനെ വേറൊരു സ്റ്റൈലാണ്. എന്നാലും മാർക്കോസ് ചേട്ടൻ പാടിയ പാട്ടുകൾ ഒരുപാട് പേരിൽ അത് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ നാഥൻ, പ്രപഞ്ച സൃഷ്ടാവിന്നാമം അത്യുന്നതൻ അത്യുന്നതൻ മഹോന്നതൻ
അല്ല, അത്യുന്നതം മഹോന്നതം. മഹോന്നതം. പ്രപഞ്ച സൃഷ്ടാവിന്നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാല വൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ഈ പാട്ട് മാർക്കോസ് ചേട്ടൻ ആണ് മെയിൽ വേഷം പാടിയേക്കണ. ഫീമെയിൽ വേഷൻ സുജാ ചേച്ചി പാടിയിട്ടുണ്ട്. ഓരോ പാട്ട് ഇങ്ങനെ എഴുതി സംഗീത സംവിധാനം ചെയ്ത് കഴിയുമ്പോ ഇന്ന ആള് പാടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അത് എന്ത് ബേസിലാ? സത്യത്തിൽ ഞാൻ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്, ഇന്ന ആള് പാടണമെന്നുള്ളത്. വേറെ മനസ്സിലുണ്ടാവോ? അത് കഴിഞ്ഞിട്ടുള്ളൂ പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ ഇതൊക്കെ കൊടുക്കാറുള്ളൂ. അല്ലാതെ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഒന്നും ഒരു തീരുമാനമില്ല. അവരെല്ലാം സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. പീറ്ററിന്റെ ഇഷ്ടമുള്ളവരെ കൊണ്ട് പീറ്റർ പാടിപ്പിച്ചോ, പാട്ട് മനോഹരമായിരിക്കണം, അത്രേ ഉള്ളൂ അവരുടെ ഗ്യാരണ്ടി. അപ്പൊ നമുക്കറിയാം ഒരു പാട്ട് ഇറങ്ങി കഴിയുമ്പോ ഇത് ആര് പാടണം ആര് പാടണ്ട. പക്ഷെ അവര് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ പാട്ട് മതി. അതിൽ 2 പാട്ട് കൊടുക്കുന്നത് ആകെ 2 സിംഗേഴ്സിനാണ്. ഒന്ന് മാർക്കോസ് ചേട്ടനും ഹെസ്റ്ററിനും. ബാക്കി എല്ലാ സിംഗേഴ്സിനും ഓരോ പാട്ടുള്ളൂ. അത് എത്ര വലിയ സിംഗേഴ്സ് ആണെങ്കിലും അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തില്. അപ്പൊ അങ്ങനെ ഒത്തിരി വെറൈറ്റി ഗാനങ്ങള് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ ഓരോന്ന് കൊടുക്കുമ്പോഴാണ് പുതിയ പുതിയ ആളുകളെ നമുക്ക് ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ സീഡികളിലും ഏതെങ്കിലും ഒരു പുതിയ ഗായകൻ അല്ലെങ്കിൽ ഗായിക കയറി വരും. അങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കൊണ്ട് പാടിച്ചേക്കണം കുറെ പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ മനോജ് ക്രിസ്റ്റി, അദ്ദേഹം പാടിയ പാട്ടുകൾ ഗബ്ബാത്ത സാക്ഷിയോ ഗോൽഗോധാ സാക്ഷിയോ, ആ പാട്ട് മനോജ് ക്രിസ്റ്റി പാടിയ. അതുപോലെ ടീനു ട്രിസ, ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ അണഞ്ഞരുളി. ഈ പാട്ടിന്റെ മെയിൽ വേർഷൻ നിക്സൺ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ സുഹൃത്ത് നിക്സൺ എന്റെ എല്ലാ കാസറ്റിലും ഓരോ പാട്ട് പാടുമായിരുന്നു. ഗുരു കൂടിയാണ്. അത് മാത്രമല്ല നിക്സന്റെ വെറൈറ്റി ഒരു വെറൈറ്റി വോയിസ് ആണ്. നിക്സനും ടീനു ട്രൂസയും കൂടിയാണ് ഈ പാട്ട് പാടിയേക്കണം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ. പിന്നെ നിക്സൺ പാടിയ പാട്ട് വേറെ ഉണ്ട്, അമല മനോഹരി അമ്മേ. ആ പാട്ട് നിക്സൺ പാടിയ. കുറെ പാട്ടുണ്ട് കേട്ടോ നിക്സൺ പാടിയത്. മോറിയാമലയിൽ ദഹന ബലിതൻ, അങ്ങനെ തൊടാൻ മറന്നുപോയി വേടുകൾ. അതും നിക്സൺ പാടിയതാണ്. അതുപോലെ ഒരു ടീന എന്ന് പറയുന്ന ഒരു കുട്ടി, ഇതൊക്കെ പുതുമുഖങ്ങളാണ്. അത് പാടിയതാണ്. ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ, എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ. അത് ഈ ടീന പാടിയത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിംഗേഴ്സ് ഇങ്ങനെ ഓരോ കാസറ്റുകളിലും ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാർ ഏതെങ്കിലും പാടിയിട്ടുണ്ടോ? പാടുമല്ലോ ഏതെങ്കിലും പാട്ട്? ഞാൻ കുറെ പാടിയിട്ടുണ്ട്. ഏതാണത്? സമർപ്പണം ചെയ്തിടും യേശുവേ മനവും ഹൃദയവും അങ്ങേക്കിതാ. ഇത് ഞാൻ പാടില്ല. പിന്നെ സക്രാരിയായൻ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. ആ പാട്ട്. സത്യവചനം നിത്യവചനം മഞ്ഞിൽ രക്ഷയേകും തിരുവചനം. ആ പാട്ട് ഞാൻ പാടില്ല. അത് ഞാനും ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഉണ്ട്, എങ്കിലും അതിൽ മെയിൻ ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ ഓർക്കണില്ല, കുറെ പാട്ടുണ്ട്. മൊത്തം എത്ര പാട്ട് സംഗീത സംവിധാനം ചെയ്തു? സംഗീത സംവിധാനം ചെയ്തത് 3000-ന് മേളിലാണ് ചെയ്തേക്കണത്. അതിൽ ഏകദേശം
2500-നും 3000-നും ഇടയില് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഉം. എന്ന് വെച്ചാല് ഇപ്പോ യൂട്യൂബ് വന്ന പിന്നെ ഒരുപാട് പാട്ടുകൾ എല്ലാ ആഴ്ചയിലും ഉം. ചിലപ്പോ 2 പാട്ട് 3 പാട്ടൊക്കെ വെച്ച് ഇറങ്ങും. ഓ എന്ന് വെച്ചാല് എന്റെ ചാനലിൽ മാത്രമല്ല, അല്ല വേറെ ചാനലുകളിലും ഞാൻ ഇറങ്ങുന്നുണ്ട്, പാട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ 3 പാട്ട് വെച്ച് നോക്കിയാൽ തന്നെ എത്ര നാള് പിന്നെ എന്തോരം പാട്ടുണ്ടാവും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാലോ. അതെ അതെ. കാരണം പാട്ടുകൾക്ക് എനിക്കൊരു ക്ഷാമമില്ല. ഉം. ഇഷ്ടംപോലെ പാട്ടുകൾ ഇങ്ങനെ എപ്പോഴും നിരന്തര സമയവും ട്യൂണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഉം. അല്ലെ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആശയങ്ങൾ ഞാൻ വേറെ ആരെങ്കിലോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കും. എഴുതിപ്പിക്കും. ഞാൻ എഴുതിയ പാട്ടുകളും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ഞാൻ എഴുതിയ പാട്ടുകളും. അതിലേതെങ്കിലും ഒന്ന് പറയോ? അതിലൊരു പാട്ടാണ് ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. അത് ഞാൻ എഴുതി, ആണോ? ഞാൻ തന്നെ മ്യൂസിക് ചെയ്തതാ. അപ്പൊ അത് പ്രപഞ്ചം എന്ന ആൽബത്തിലാണ് വന്നേക്കുന്നത്. അതില് കുറെ പാട്ടുകൾ ഹിറ്റാ. സാഗരങ്ങളെ ശാന്തമാക്കിയുൻ ശക്തനായവൻ കൂടെയുണ്ട്. ഇത് മാർക്കോസ് ഏട്ടൻ പാടിയത്. അതെ അതെ. അതുപോലെ എഫ്രായിം നീ എന്റെ വത്സലപുത്രൻ പൊന്നോമന കുട്ടൻ നീ, അത് മാർക്കോസ് ഏട്ടൻ പാടിയതാ. അതെ അതെ അതെ. കുറച്ചു നാളെ എന്നെ കുറെ പേര് ഈ പേരാ വിളിച്ചോണ്ടിരുന്നേ, ഏത് ഈ എഫ്രായിം എന്നുള്ള പേര്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാ അപ്പൊ ഈ പാട്ട് പാടുമായിരുന്നു. അതെ. അപ്പൊ എഫ്രായിം എഫ്രായിം എന്ന് വിളിക്കുമായിരുന്നു. അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ ആ പാട്ടിനോ? ആ പാട്ട് പാടുമ്പോ എനിക്ക് ദൈവം, അതായത് ദൈവം എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, ഞാൻ ഒരു കുഞ്ഞാണെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് അതിന്റെ ഫീൽ. ഈ എഫ്രായിം എന്ന് പറഞ്ഞ ഒരു ഗോത്രം, ആ ഗോത്രത്തോട് ഇങ്ങനെ പറയാണ് നീ എന്റെ വത്സലപുത്രനാണ്, എന്നിട്ട് എന്നിൽ നിന്ന് നീ അകന്നു പോകല്ലേ, എന്നെ ഉപേക്ഷിച്ച് നീ പോകല്ലേ. കാരണം ദൈവത്തിനെതിരായിട്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ദൈവം അത്രമാത്രം സ്നേഹിക്കണം. അപ്പൊ എഫ്രായിം എന്നുള്ളത് നമ്മളായിട്ട് കാണുക, നമ്മളെയാണ് എഫ്രായിം. കാരണം ഇന്ന് ഈ ലോകത്ത് നമ്മൾ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് പാപത്തിന്റെ പിന്നാലെ പോവുക. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കണം, എഫ്രായിം നീ എന്റെ വത്സല പുത്രനല്ലേ, പീറ്ററെ നീ എന്റെ വത്സല പുത്രനല്ലേ, എൽസെ നീ എന്റെ വത്സല പുത്രിയല്ലേ എന്നാണ് ഈ പാട്ടിലൂടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത്. എന്നിട്ടും നീ എന്നെ വിഷമിപ്പിച്ച്, നീ എന്നെ ദുഃഖിപ്പിച്ച്, നീ എന്തിനാണ് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ പാട്ടും മാർക്കോസ് ഏട്ടൻ പാടിയതാണ്. പിന്നെ ഒഴുകി ഒഴുകി, ആ പാട്ട് ഞാൻ നേരത്തെ പാടി. ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. ഇത് കേട്ടിട്ട് ആരായിരിക്കും ഇത് പാടിയെന്ന് തോന്നണ്ട? ഗസ് ചെയ്യാൻ പറ്റും. MG ശ്രീകുമാർ, ശ്രീകുട്ടൻ പാടിയ പാട്ടാണ്. അപ്പൊ ഈ പാട്ടിനൊരു നല്ലൊരു ഇമ്പവും ഈണവും അതിൻ്റെ ഒരു എന്താണ് ഭാവവും ഭംഗിയും ഒക്കെ കൊടുക്കാനായിട്ട് ആ ശ്രീകുട്ടൻ ചേട്ടനെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. കാരണം അത് അങ്ങനെയാണ്, അത്രയും ഫീലിലാണ് ആ പാട്ട് പാടിയേക്കണം. അതുപോലെ MG ശ്രീകുമാർ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ, നല്ല നല്ല പാട്ടുകൾ. ഒഴുകി ഒഴുകി മാത്രമൊന്നുമല്ല ഈ പാട്ടിലെ. അയ്യോ, നിരാശനായ മനുഷ്യ നിരീശ്വരനായ മനുഷ്യ നീ വിശ്വസിക്കൂ, നീ ആശ്വസിക്കൂ. അതൊക്കെ ആ ഫീല് കൊടുത്ത് പാടിയിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു, മിഴികളിൽ സ്നേഹമൊഴുകുന്നു. സത്യം പറഞ്ഞ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ നമുക്ക് അറിയാതെ ദൈവത്തോട് ഇങ്ങനെ അടുപ്പം തോന്നും, കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം ഓർമ്മയിൽ ഈശോയെ നിന്റെ മുഖം മാത്രമാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. കുറച്ചേരം ഇത്ര ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ വെച്ച് കുറച്ചേരം കേട്ടാൽ തന്നെ നമുക്കൊരു റിട്രീറ്റ് കൂടണ ഒരു എനിക്കതാണ് ഫീൽ ചെയ്യണത്. നമുക്ക് ആ ഒരു ഫീലാണ് നമ്മളിലേക്ക് വരുന്നത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് നമ്മുടെ ദൈവത്തെ മറന്നു കുഞ്ഞ്. ദൈവത്തെ മറന്നു കുഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. അത് ദാസേട്ടൻ പാടിയ പാട്ടാണ്. അതിന്റെ ഫീമെയിൽ വേർഷൻ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്.
അപ്പോൾ ദാസേട്ടനും ചിത്ര ചേച്ചിയും എൻ്റെ ആകെ കൂടി ഒരൊറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ. അത് ദൈവത്തെ മറന്നു കുഞ്ഞാണ്. അതിനു മുൻപ് വേറെ ഒരു പാട്ടും പാടില്ല. അത് കഴിഞ്ഞിട്ടും പാടിയിട്ടില്ല. ഈ ഒരൊറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഈ പാട്ട് ബേബി ജോൺ കലയന്താനി എഴുതിയാണ്, ഞാൻ മ്യൂസിക് ചെയ്തതാണ്. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാംസൺ പാണാടൻ എന്ന് പറയുന്ന ഒരു സുരഭി തിയേറ്ററിൻ്റെ ഓണർ, ചാലക്കുടിയിലാണ് സുരഭി തിയേറ്റർ, അതിൻ്റെ ഓണറാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം സിനിമാ നിർമ്മാതാവും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് എൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരുന്നത്. സത്യത്തിൽ അദ്ദേഹം ചെയ്ത ആ ഫിലിമിന് വേണ്ടിയായിരുന്നു ഇത് റെക്കോർഡ് ചെയ്തത്. ഓ അതെയോ? അതുകൊണ്ടാണ് ദാസേട്ടൻ പാടിയതും അതുപോലെ ചിത്ര ചേച്ചി പാടിയതും ഒക്കെ. പക്ഷെ ഫിലിം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് കൊണ്ടാണ് ആ പാട്ട് പിന്നീട് അദ്ദേഹം ചെയ്ത ഈ ആൽബത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് ഇത് ലോർഡ് ജീസസ് എന്ന ആൽബത്തിൽ കടന്നു വന്നത്. ദൈവത്തെ മറന്നു ജീവിക്കരുത്. ഈ പാട്ടിനൊരു അനുഭവം ഉണ്ട്. അതൊന്ന് പറയൂ. പാട്ടിലെ അനുഭവം എന്ന് പറയുന്നത്, അതുവരെ ഞാൻ മറ്റൊരു മേഖലയിലും പാട്ടുകൾ ചെയ്തിട്ടില്ല. എല്ലാം ഡിവോഷനിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ക്രിസ്ത്യൻ ഡിവോഷനിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറേ ആളുകൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ വന്ന് പറയും, പീറ്റർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവോഷണൽ സോങ്സ് മാത്രം ചെയ്യുന്നത്? പീറ്ററിനും മറ്റുള്ളവരെ പോലെ തന്നെ ഇതര മേഖലകളിൽ കൈവച്ചുകൂടെ, തൻ്റെതായ കഴിവുകൾ കൊടുത്തുകൂടെ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഞാൻ സ്കിപ്പായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ ഒരു പ്രൊഡ്യൂസറുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു, ഒരു ഫാൻറ്റസി ആൽബം. അങ്ങനെ ആ ആൽബം ചെയ്യാണ്. ആ ആൽബത്തിനൊരു പേരിട്ടു, തെന്നൽ. 9 പാട്ടുകളുണ്ട്. 9 പാട്ടുകൾ ഞാൻ വിവിധ തരത്തിലുള്ള പാട്ടുകൾ, ലവ് സോങ്സ്, ചിൽഡ്രൻ സോങ്സ്, പിന്നെ ഫോക്ക് മ്യൂസിക്, നാടൻ പാട്ടുകൾ, എല്ലാ കാറ്റഗറീസും ഉൾപ്പെടുത്തിക്കൊണ്ട് 9 പാട്ടുകൾ ചെയ്തു. ഇറങ്ങി, തെന്നൽ എന്ന പേരിൽ ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പൊട്ടിയത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പൊട്ടിപ്പോയോ? 8 നിലയിൽ പൊട്ടി. അപ്പൊ കേട്ടോ, അതിലൊരു പാട്ടാണ് ഈ മഞ്ഞമന്ദാരം പൂത്തു മഞ്ഞക്കണിക്കൊന്ന പൂത്തു മഞ്ഞക്കിളി പെണ്ണെ വാവാ ചൂളമടിക്കാൻ വാവാ കുഞ്ഞിളം. അത് പിന്നീട് ഈ മഞ്ഞമന്ദാരം തെന്നല ആൽബത്തിലായിരുന്നല്ലോ. അപ്പോ ഇതിലെ പാട്ടുകൾ എന്തുകൊണ്ടാണ് ഇത്രയും കേൾക്കാതെ പോയത്? മഞ്ഞമന്ദാരം എന്നുള്ള വേർഡ്സ് നല്ലതല്ലേ, രസമല്ലേ, അതിൽ കേൾക്കാൻ നല്ല. പക്ഷെ എന്നിട്ട് ആൽബം വിജയിച്ചില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാതെ പോയത് എന്നറിയാൻ വേണ്ടി കടകൾ തോറും പല കടകളിലും കയറി ഇറങ്ങി. ഈ പാട്ട് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാതിരുന്നത്? അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, പീറ്റർ ചേരാനല്ലൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് മാത്രം ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ പീറ്റർ ചേരാനല്ലൂരിലൂടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞു ഓൾറെഡി. ഒരു ഹിന്ദുവായ ഒരു വ്യക്തിയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. ഒരു ക്രിസ്ത്യാനിയാണ് അത് പറഞ്ഞെങ്കിൽ നമുക്ക് ആ പോട്ടെ, അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഇത് മതമല്ല, ജാതിയൊന്നുമല്ല. അക്രൈസ്തവരായ വ്യക്തികൾ പോലും ഇങ്ങനെയാണ് പറയുന്നത്. പീറ്റർ ചേരാനല്ലൂരിലൂടെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷനാണ്. അപ്പോൾ ഒന്ന് ഓർത്തേ, അപ്പം നമ്മളുടെയൊക്കെ ജീവിതവും നിയോഗവും വിളിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ എല്ലാ വള്ളത്തിലും കയറി കാല് ചവിട്ടി ഇങ്ങനെ പോകാൻ തുടങ്ങിയാൽ ഈ വള്ളം ഇങ്ങനെ അകന്നകന്ന് പോകും. അവസാനം അതാണ് 2 വഞ്ചിയിൽ കാല് വെക്കരുത്, അവസാനം വെള്ളത്തിലോട്ട് പോകും. ഇത് തന്നെയാണ് അവസ്ഥ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിളിയുണ്ട്, എനിക്ക് നിയോഗമുണ്ട് ഡിവോഷണൽ സോങ്സ് മാത്രം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് മാത്രം ഞാനിങ്ങനെ ചെയ്തു പോയത്. ഞാൻ എന്ത് ചെയ്തു, ബേബി ജോൺ കലയന്താനിയെ വിളിച്ചു വരുത്തി നമുക്കൊരു ആൽബം ചെയ്യണം. അപ്പോൾ കുറേ നാൾ ഞാൻ പാട്ടുകളൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരു ആൽബം വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ തെന്നൽ എന്ന ആൽബത്തിലെ ഓരോ പാട്ടുകൾ, അത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അതിലെ ട്യൂണുകൾ എടുക്കാം, എന്നിട്ട് ലിറിക്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ഞമന്ദാരം എന്ന് പറയുന്ന വേർഡ് എടുത്ത് അതിൽ നിന്ന് മാറ്റിയിട്ട് കുഞ്ഞിളം കൈകൾ എന്നുള്ള വേർഡ് കൂട്ടിച്ചേർത്ത്, അങ്ങനെയാണ്
കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. ഇങ്ങനെ ഓരോ പാട്ടുകളും എടുത്ത് ഡിവോഷണലാക്കി മാറ്റി. ആ മാറ്റിയതെല്ലാം ഹിറ്റായി. അതെല്ലാം കേറി. ഹിറ്റായി. അപ്പൊ ഈ ആൽബം ഇറക്കി. ഈ ആൽബം ഇറക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് അതും കൂടി. അപ്പൊ ഞാൻ ഈ ആൽബത്തിന്റെ പണിയെല്ലാം ഞാനിങ്ങനെ കർത്താവിന് വേണ്ടി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ലോകത്തിന്റെ പിന്നാലെ പോയി അങ്ങനെ ഒരു മോഹത്തിന്റെ റൂട്ടിലോട്ട് പോയപ്പോൾ ഞാൻ ബേബിനോട് പറഞ്ഞു, നമുക്ക് മാറി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ലോകത്ത് നിന്ന് ഞാൻ കർത്താവിനെ മറന്നുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട് പോയല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ആശയം എടുത്തിട്ട് നമുക്കൊരു പാട്ട് ചെയ്യണം. അങ്ങനെയാണ് ദൈവത്തെ മറന്നു കുഞ്ഞ എന്നുള്ള വേർഡിൽ ആ ഒരു ലൈൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. സെയിം വേർഡ് തന്നെ ബേബിയും എഴുതി വെച്ചിരിക്കുക. ബേബിക്ക് ഇതിനു മുമ്പ് വേറെ ഇൻസിഡന്റ് ഉണ്ട്. അതായത് ബേബി ഏതൊരു പയ്യനെ കീബോർഡ് വായിക്കാൻ വിളിച്ചു. ആ പയ്യന്റെ അമ്മ വിട്ടില്ല. ഏത് ധ്യാനത്തിന് കീബോർഡ് വായിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഡേറ്റ് ആയപ്പോഴേക്കും അയ്യോ മോന് അടുത്ത മാസം പരീക്ഷയാണ്, അപ്പം അതുകൊണ്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അപ്പം ഇങ്ങനെ ബേബി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അയ്യോ എന്താ കർത്താവിന് വേണ്ടി വിളിച്ചിട്ട് ആർക്കും സമയമില്ല. എന്നാൽ ലോകകാര്യങ്ങളുടെ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അല്ലെ മറ്റ് മേഖലയിലൊക്കെ വിളിക്കുമ്പോഴും ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബേബി ആകെ സങ്കടത്തോടു കൂടി കുറിച്ച വരിയാണ്, ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വം. ഈ സെയിം ആശയം തന്നെ എൻ്റെ മനസ്സിലും വന്നു. അപ്പൊ ഓർത്ത് നോക്കിയേ, ഞങ്ങൾ തമ്മിലുള്ള ഒരു സിങ്കിങ് അതാണ്. അപ്പൊ ഇത് ഒരേ സമയത്ത് ഒരേ ഇൻസിഡന്റ് അല്ലെ ഡിഫറെന്റ് ഇൻസിഡന്റിൽ ഈ ദൈവത്തെ മറന്നു കുഞ്ഞെ എന്നുള്ള ആശയം ഞങ്ങളുടെ മനസ്സിൽ വരിക. ഞങ്ങളുടെ രണ്ടുപേരുടെ ആശയവും ചേർന്നിട്ടാണ് ആ പാട്ട് സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അതിൻ്റെ സത്യം. പിന്നീട് അത് ആ പാട്ട് ലോർഡ് ജീസസ് എന്ന ആൽബത്തിൽ വന്നു. കുഞ്ഞിളം കൈകൾ എന്നുള്ള പാട്ട് എമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ വന്നു. അങ്ങനെ 2 ആൽബമായിട്ട് അത് ഇറങ്ങി. അത് മനോഹരമായിട്ട് പിന്നീട് വന്നു. എപ്പോഴെങ്കിലൊക്കെ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വെല്ലുവിളി? ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് ഇല്ലാത്ത മേഖലകളില്ലല്ലോ. പക്ഷെ അതൊന്നും നമ്മളിങ്ങനെ വെളിച്ചത്ത് പറയുന്നില്ല. കാരണം അത് പറയുമ്പോൾ പലർക്കും അത് മുറിയപ്പെടും. അപ്പം അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മളായിട്ട് തന്നെ സഹിക്കുക. കാരണം അത് ഉണ്ടോ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, നമ്മളെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അത് എത്ര നല്ല കാര്യം ചെയ്താലും നമ്മളെ വിമർശിക്കുന്നവരും ഉണ്ടാവും, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. അത് ഈ ലോകത്ത് മനുഷ്യ സഹജമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഊതി വീർപ്പിച്ചുകൊണ്ട് നടന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മളതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ കഴിവുകളും ഓരോ നിയോഗങ്ങളും ഓരോ വിളികളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ ആരെക്കുറിച്ചിട്ടുള്ള ഗോസിപ്പ് ഉണ്ടാവില്ല, കുറ്റം പറച്ചിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നന്മയായ കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ തോന്നും, നല്ലത് മാത്രം ജനത്തിന് കൊടുക്കാൻ തോന്നും. അതാണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണോ ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് പറയാനുള്ളത്? അത് തന്നെയാണ്, അല്ലാതെ ഇതിനപ്പുറത്ത് എന്താണുള്ളത്? ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ, അതായത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ ഡ്രഗ്സിൻ്റെ പിന്നാലെ, മദ്യത്തിൻ്റെ പിന്നാലെ, വ്യക്തികളുടെ പിന്നാലെ, സ്ഥാനമോഹങ്ങളുടെ പിന്നാലെ ഒക്കെ ഓടി നടന്ന് നമ്മളുടെ ജീവിതം വെറുതെ പാഴാക്കുക. നമുക്ക് എന്തോരം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ദൈവം നമ്മുടെ കഴിവുകളിലൂടെ ഉയർത്തും. ഇത് തന്നെയാണ് എല്ലാ ജനത്തോടും എനിക്ക് പറയാനുള്ളത്. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ, പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം
മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ഈ ഒരു എപ്പിസോഡിനെയും ഈ ഒരു മണിക്കൂറിനെയും വെരി ഗ്രേസ്ഫുൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്കൊരു അനുഭവമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. നിങ്ങൾക്കും അത് തന്നെയാണ് ഈ എപ്പിസോഡിലൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാറിന് ഒത്തിരി 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 നന്ദി. അടുത്തൊരു നല്ലൊരു എപ്പിസോഡായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ് വിത്ത് ദി വൺ ആൻഡ് ഓൺലി പീറ്റർ ചേരാനല്ലൂർ. താങ്ക് യു.